കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു. ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത്. അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും? രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യമായിരുന്നില്ല സാർ, ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു, കുടുംബം വേണമെന്നായിരുന്നു. പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ചൊരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും? ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് ഇര താൻ വിവാഹിതയാണെന്ന കാര്യം മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി പ്രണയത്തിലാവുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഇണയായി കണ്ടുകൊണ്ടാണ് ആ സ്ത്രീയിൽ ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ സ്ത്രീ ഗർഭിണിയായപ്പോഴാണ് മാങ്കൂട്ടം അറിയുന്നത് ഇര വിവാഹിതയാണെന്ന കാര്യം. രാഹുൽ ഈശ്വറിന്റെ വാദം ശരിയാണെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീയിൽ തനിക്കൊരു കുട്ടിയുണ്ടായി എന്ന് ലോകമറിയുമ്പോൾ അതിലെ വഷളത്തരം ഇരയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കാൻ രാഹുലിനെ പ്രേരിപ്പിച്ചിരിക്കാം എന്നാണ്. എനിക്കാകെ വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമല്ല. ഡ്രാമ എന്നാണ് പറയുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഈ ശബ്ദ സന്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് മാസക്കളി തെറ്റിയെന്ന് KPSC ലളിത കനൽക്കാറ്റ് എന്ന സിനിമയിൽ പറയുന്ന അതേ രംഗത്ത് വെച്ചാണ് ഇവർ അകലുന്നതെന്നാണ്. ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ മാസക്കളി തെറ്റി, എന്റെ മാസക്കുളി തെറ്റി, ഞാൻ ഗർഭിണിയാണ്. ഇവിടെ KPSC ലളിത തന്ത്രപൂർവ്വം ഇന്നച്ചനെ തന്റെ വരുതിയിലാക്കാൻ നടത്തിയ നാടകമായിരുന്നു ഗർഭം. എന്തുകൊണ്ട് അതുപോലെ ഒരു നാടകമായിക്കൂടാ ഇവരുടെ ഇരവാദം? ഈ ഗർഭിണിയാണെന്ന് ഇര പറയുന്നതല്ലാതെ അതിന് ആധികാരികമായ രേഖയുണ്ടെന്ന് ആരും പറഞ്ഞു കേട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെതായിക്കൂടെ? അങ്ങനെ ഭർത്താവിൽ നിന്നുണ്ടായ ഗർഭം ചൂണ്ടിക്കാണിച്ച് അത് രാഹുലിന്റെ മേൽ കെട്ടിവെച്ച് വിവാഹത്തിനുള്ള സമ്മർദ്ദ തന്ത്രമായിക്കൂടെ? കെട്ടിയാനോ? കണ്ടോരെ പിടിച്ച് വയറ്റിലുണ്ടാക്കിട്ട് അവന്റെ തോളെ വെച്ച് കെട്ടിയാലുണ്ടല്ലേ ഇടിച്ചിന്റെ പണ്ട ഞാൻ കിടക്കും. വേണ്ട, അവരോട് പറഞ്ഞു മനസ്സിലാക്കി. എവിടെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് വയറ്റിലില്ല രാമചേട്ടാ, ഞാനത് നുണ പറഞ്ഞതാ. എടി നീ പിന്നെ അവന്റെ കഴുതേ തോന്നുന്നതിനാ? അതെനിക്ക് ഈ ചേട്ടനെ കണ്ടപ്പോ വലിയ ഇഷ്ടായി. ഇനി ആ സ്ത്രീയുടെ ഗർഭം ഈ രൂപത്തിലുമായി കൂടെ ആവാം. ഇതിനെല്ലാം ഇന്നത്തെ കാലത്ത് സാധ്യതയുണ്ട്.